വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. തിരുവനന്തപുരത്ത് പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സ്വന്തം വീട്ടിലെ വളർത്തുനായ മാന്തിയത് കാര്യമാക്കാതെ ഇരുന്നതാണ് ചെന്തപ്പൂർ സ്വദേശിയായിട്ടുള്ള അനുഭവനിൽ ജൈനിയുടെ മരണത്തിന് കാരണമായത്. 44 വയസ്സായിരുന്നു ഇവരുടെ പ്രായം. 2.5 മാസം മുൻപ് വളർത്തുനായ മകളെ കടിക്കുകയും ജൈനിയുടെ കയ്യിൽ മാന്തി മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു. മകൾക്ക് അന്ന് തന്നെ വാക്സിൻ എടുത്തു. 1 മാസം കഴിഞ്ഞ് ഇവരുടെ വളർത്തുനായ ചത്തു എന്നതാണ്. തൻ്റെ കയ്യിൽ പട്ടിയുടെ നഖം കൊണ്ടത് ഇവർ ആരോടും പറയുകയോ വാക്സിൻ എടുക്കുകയോ ചെയ്തിരുന്നില്ല. 3 ദിവസം മുൻപ് ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പിറ്റേ ദിവസം അസ്വസ്ഥതകൾ കൂടിയപ്പോൾ ഡോക്ടർ ജനറൽ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും അവിടെ നിന്ന് റാബീസ് ബാധ സംശയിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വ്യാഴാഴ്ച ഉച്ചയോടെ മാറ്റുകയും ചെയ്തു. അവിടെ വെച്ച് പേവിഷബാധ സ്ഥിരീകരിച്ചു. തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ജൈനിയുടെ മരണം സംഭവിച്ചതെന്നുള്ളതാണ്. വൈകിട്ട് 4 മണിക്ക് ആരോഗ്യ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ശാന്തി തീരത്തിലാണ് ഇവരുടെ മൃതദേഹം സംസ്കരിച്ചത്. നഗരസഭാ ജീവനക്കാരും മൃഗ സംരക്ഷണ വകുപ്പ്, ആരോഗ്യ വകുപ്പ് ജീവനക്കാരും വീട്ടിലും ഇവരുടെ വാർഡായ ചിറക്കാണി വാർഡിലെ മറ്റ് വീടുകളിലും പ്രദേശത്തുമൊക്കെ ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു. വളർത്തു നായകൾക്ക് വാക്സിൻ എടുക്കുകയും 50ഓളം തെരുവു നായകളെ പിടികൂടുകയും ചെയ്തു എന്നുള്ളതാണ്. രോഗിയുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നവർക്ക് റാബീസ് വാക്സിനും നൽകി. പേവിഷബാധ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ പേവിഷബാധ സംശയിക്കാവുന്ന മൃഗങ്ങളുടെ കടിയോ മാന്തലോ ഒക്കെ ഏറ്റിട്ടും രോഗമുണ്ടാക്കുന്ന ഇത്തരം റാബീസ് വൈറസിനെതിരെ അതിവേഗം പ്രതിരോധം ഉറപ്പാക്കുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലിനും തുടർന്ന് ആന്റി റാബീസ് വാക്സിനും കൃത്യസമയത്ത് എടുക്കാത്തതിലുള്ള വീഴ്ച തന്നെയാണ് ഇത്തരമായിട്ടുള്ള അതിദാരുണ പേവിഷ മരണങ്ങളിലേക്ക് നയിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. പേവിഷ വൈറസ് നാഡീവ്യൂഹത്തെയും മസ്തിഷ്കത്തെയും ഗുരുതരമായി ബാധിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയാൽ അത്യധികം ദാരുണമായ മരണമാണ് ഉറപ്പാകുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യന് സംഭവിക്കുന്നതിൽ വെച്ച് ഏറ്റവും വേദനാജനകവും ഭീതികരവുമായിട്ടുള്ള മരണമാണ് പേവിഷബാധ ഏറ്റാൽ ഉണ്ടാവുക. കഴിഞ്ഞ 4 വർഷത്തിനിടെ 48 പേരാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ പേവിഷബാധയേറ്റ് മരണപ്പെട്ടതെന്നുള്ളതാണ് കണക്കുകൾ. മൃഗങ്ങളിൽ നിന്നോ കടിയോ പൊറലോ ഒക്കെ ഏൽക്കുകയാണെങ്കിൽ ഉമിനീർ മുറിവിൽ പുരളുകയോ ചെയ്യുമ്പോൾ ആദ്യ മിനിറ്റുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ശ്രദ്ധിക്കണം. മുറിവേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. പൈപ്പിൽ നിന്നും വെള്ളം നേരിട്ട് പതിപ്പിച്ച് സോപ്പ് ഉപയോഗിച്ച് നന്നായി പതപ്പിച്ച് 10-15 മിനിറ്റ് എങ്കിലും സമയമെടുത്ത് കഴുകണം. മുറിവ് വൃത്തിയാക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഇത്തരത്തിൽ മുറിവിൽ പുരണ്ട ഉമിനീരിൽ മറഞ്ഞിരിക്കുന്ന അതിസൂക്ഷ്മ വൈറസുകളെ നിർവീര്യമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കഴുകുന്നത്. മുറിവിൽ നിക്ഷേപിക്കപ്പെട്ട 95% വൈറസുകളെ നിർവീര്യമാക്കാനുള്ള ശേഷി സോപ്പിന്റെ രാസഗുണത്തിലുണ്ട് എന്ന് തെളിഞ്ഞ കാര്യമാണ്. പലപ്പോഴും തല, കൺപോള, ചെവി പോലുള്ള ഭാഗങ്ങളിൽ കടിയേറ്റാൽ പലരും പേടി കാരണം കൃത്യമായി കഴുകാറില്ല. ഇത് അപകടം വിളിച്ചു വരുത്തും. പേവിഷ വൈറസിന്റെ ലക്ഷ്യസ്ഥാനമായ മസ്തിഷ്കത്തോട് അടുത്ത് കിടക്കുന്ന തല, മുഖം, കഴുത്ത് എന്നിവിടങ്ങളിൽ കടിയേറ്റാൽ 5 മിനിറ്റിനകം തന്നെ പരമാവധി സമയം സോപ്പ് ഉപയോഗിച്ച് കഴുകണം. കഴുകുമ്പോൾ വെറും കൈകൊണ്ട് മുറിവിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കണം. പകരം കയ്യുറ ഉപയോഗിക്കണം. മുറിവ് എത്ര ചെറുതാണെങ്കിലും ഈ രീതിയിലുള്ള പ്രഥമ ശുശ്രൂഷകൾ ചെയ്യാതിരിക്കരുത്. പ്രഥമ ശുശ്രൂഷ കഴിഞ്ഞാലുടൻ തൊട്ടടുത്ത ആശുപത്രിയിൽ ചികിത്സ തേടണം. മുറിവോ മറ്റു പോറലുകളോ ഇല്ലെങ്കിൽ പേവിഷ പ്രതിരോധത്തിനായിട്ടുള്ള വാക്സിൻ അഥവാ IDRV എടുക്കേണ്ടതില്ല. പക്ഷേ തൊലിപ്പുറത്തുള്ള മാന്തൽ, രക്തം വരാത്ത ചെറിയ പോറലുകൾ എന്നിവയുണ്ടെങ്കിൽ പോലും വാക്സിൻ കൃത്യമായി എടുക്കണമെന്നുള്ളതാണ് പൂജ്യം. അതായത് ആദ്യ ദിവസം കഴിഞ്ഞാൽ പിന്നെ 3, 7, 28 ദിവസങ്ങളുടെ ഇടവേളകളിലാണ് ഈ 4 ഡോസ് വാക്സിൻ പേവിഷബാധ ഏറ്റാൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കടിയേറ്റ ദിവസം എടുക്കുന്ന വാക്സിനെ 0 ഡോസായാണ് പരിഗണിക്കുന്നത്. 1-2 വാക്സിൻ എടുത്ത് നിർത്താൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുഴുവൻ ഡോസും കൃത്യമായി എടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ജീവന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ആന്റിബോഡികൾ ശരീരത്തിൽ രൂപപ്പെടുന്നതാണ്. കൃത്യസമയത്ത് ഷെഡ്യൂൾ ചെയ്യപ്പെടുന്ന ആന്റി റാബീസ് വാക്സിന് ഇത്തരത്തിൽ പേവിഷബാധയെ 100% പ്രതിരോധിക്കാൻ ഫലപ്രാപ്തി ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. കോട്ടയത്ത് സമാനമായ ഒരു സംഭവം അടുത്തിടയ്ക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും അന്ന് മാലാമണി എന്ന് പറയുന്ന 51 വയസ്സുകാരിയാണ് മരിച്ചത്. എന്തായാലും 2 മാസം മുൻപ് ഇവരെ വളർത്തിയിടുന്ന വീട്ടുനായ തന്നെയാണ് ഇവരെയും കടിച്ചിരുന്നത് എന്നുള്ള കാര്യമാണ്. എന്തായാലും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇത്തരത്തിൽ അതീവ ജാഗ്രത വളർത്തു നായകളെ വളർത്തുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മാത്രമല്ല, വെളിയിലേക്ക് വിടാത്ത നായകൾക്ക് പോലും പേവിഷം സ്ഥിരീകരിച്ച നിരവധി സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. വീട്ടുകാരെ ബാധയിൽ ഇത്തരം നായകൾ കടിച്ച സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഗേറ്റിന് വെളിയിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും നായ്ക്കൾ ഒരു ഗേറ്റിന്റെ ഇരുവശത്ത് നിന്നും പരസ്പരം നക്കുവാനും സ്രവങ്ങൾ പകർത്താനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ തെരുവ് നായ്ക്കളിൽ നിന്നും വളർത്തു നായ്ക്കളിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന കടികളിൽ അത്തരം ജാഗ്രത ഒരേപോലെ പുലർത്തേണ്ടതാണ് എന്നുള്ള കാര്യമാണ്. തെരുവ് നായ്ക്കൾ കടിച്ചാൽ മാത്രം ഈ ഒരു ജാഗ്രത സൂക്ഷിക്കേണ്ട കാര്യമല്ല. അത്തരത്തിൽ നായ്ക്കളെയും പൂച്ചയും ഒക്കെ വളർത്തുന്ന വീട്ടുകാർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വളർത്തുമൃഗങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണം. മുറിവോ കടിയോ ഒക്കെ ഏറ്റാൽ എത്രയും പെട്ടെന്ന് പേവിഷ കുത്തിവയ്പ് എടുക്കുക എന്നത് തന്നെയാണ് ജീവൻ സുരക്ഷിതമാക്കാനുള്ള വഴി എന്നതും
മറക്കാതിരിക്കുക, ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത്.